കേരള ഇനിയിപ്പോൾ കേരളമാണ്. മലയാളികൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ സന്തോഷം അല്ലെങ്കിൽ ഒരു ചരിത്ര നേട്ടമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ അല്ലെങ്കിലും കേരളം എന്ന് തന്നെയാണ് പറയുന്നത്. പുറത്തുള്ള ആൾക്കാർ, കേരളത്തിന് പുറത്തുള്ള ഇംഗ്ലീഷിലൊക്കെ എഴുതുമ്പോഴാണ് കേരള ഇസ് നൗ കേരളം എന്ന് വന്നത്. എന്തായാലും നല്ലൊരു മാറ്റമാവട്ടെ. ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ ഇപ്പോൾ പഴയ പേരുകളിലേക്ക് പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്കും ചർച്ച ചെയ്യണം. ഈ അടുത്ത് കേരള എന്ന് പറയുന്നത് കേരളമാകുമ്പോൾ എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഇങ്ങനെ എത്ര പെട്ടെന്ന് പേര് മാറ്റാൻ പറ്റുന്നത്? അങ്ങനെ പെട്ടെന്നൊരു ദിവസം നമ്മൾ അങ്ങനെ പേര് മാറ്റണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ പേര് മാറ്റാൻ പറ്റുമോ? ഇതൊക്കെയാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. കുറച്ച് ഇതിൻ്റെ ചരിത്രവും പിന്നെ കുറച്ച് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള നിയമപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് ഇത് ശരിക്കും സംഭവിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ ചർച്ച നേടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കേരളം വളരെ പോപ്പുലറായി ട്രെൻഡ് ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ശശി തരൂർ ഇനിയിപ്പോൾ കേരളീയൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഇനി എങ്ങനെ വിളിക്കും? കേരളമൈറ്റ്, കേരളമിയൻ എന്നൊക്കെ പറയുന്ന റെയർ എർത്ത് മിനറൽസിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു മൈക്രോബിൻ്റെ ഒക്കെ പേര് പോലെ തന്നെ ഇനി കേരളത്തിന് ഇനി എങ്ങനെയായിരിക്കും നമ്മൾ കേരളീയം എന്ന് പറയുമ്പോൾ കേരളമൈറ്റ് എന്നൊക്കെ വിളിക്കേണ്ടി വരും എന്നുള്ള ഇതും ട്രെൻഡ് ചെയ്തതാണ്. സോ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഒരു നെയിം ചേഞ്ച് കൊണ്ടുവരുന്നത്? കേരളം എന്തുകൊണ്ടാണ് ഇത് റിക്വസ്റ്റ് ചെയ്തത്? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ചർച്ച ചെയ്യാം. ഐ എം അർജുൻ ആർ ശങ്കർ. ദിസ് ഇസ് IAS ഫാക്ടേഴ്സ് കോണ്ടെക്സ്റ്റ്. കേരളത്തിൻ്റെ പേര് പണ്ട് കേരള അല്ലെങ്കിൽ കേരളം എന്നൊരു വാക്കേ ഇല്ലല്ലോ. 1956 നമ്മൾക്ക് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷനൊക്കെ നടന്നതിന് ശേഷം കേരളം സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം നമുക്ക് ഈ കേരളം എന്ന പേര്, കേരള എന്ന പേരൊക്കെ നമുക്ക് വന്നു. പക്ഷേ ഇതിനു മുന്നേ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലൊന്നും പൊതുവേ ബ്രിട്ടീഷുകാർ പേരുകൾ ഇടുന്ന സമയത്ത് അവസാനം ഇമ്മെന്നും എന്നെന്നും വരുന്ന വാക്കുകൾ അവർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പാടായിട്ടാണ് പലപ്പോഴും അവർ ആ പേരുകൾ കീപ്പ് ചെയ്യാത്തത്. ഇപ്പം നമ്മൾ പോലും പണ്ട് പത്മനാഭൻ്റെ നാട് അല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന് പറയുന്നതൊക്കെ പിന്നീട് ട്രിവാൻഡ്രമാക്കി മാറ്റി. നമ്മൾ ഒരുപാട് പേരുകൾ നമ്മൾ മാറ്റിയല്ലോ. ഇന്നും പേരുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല സിറ്റീസിൻ്റെ പേര് മാറി. കൽക്കട്ട എന്ന് പറയുന്നത് കോൽക്കട്ടയായി മാറി. ഇത് പലരും ഈ പേര് മാറ്റുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പറയാനൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. പിന്നെ 1956 മുന്നേ, കേരളം രൂപീകരിക്കുന്നതിന് മുന്നേ കേരള എന്ന് പറയുന്നൊരു സ്ഥലമില്ല. ഈവൻ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പോലും നമ്മൾ തിരുവിതാംകൂറിലെ ആളാണ്, നിങ്ങൾ ട്രാവൻകൂറിലെ ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചി സ്റ്റേറ്റിലെ ആളാണ്, അല്ലെങ്കിൽ മലബാർ റീജിയനിലെ ആളാണെന്നൊക്കെ പറയുന്നു. പിന്നീടാണ് ഇതിനെ തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ഒരുമിച്ച് മേർജ് ചെയ്തതിന് ശേഷം തിരുക്കൊച്ചി സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തത്. 1956 കേരള ക്രിയേറ്റ് ചെയ്ത സമയത്ത് അന്നത്തെ നമ്മുടെ വലിയൊരു ഡിമാൻഡായിരുന്നു യുണൈറ്റഡ് കേരള എന്നുള്ളൊരു പേര് വേണം. കാരണം ഇനിയാണ് നമ്മൾ പാർലമെൻറ്റിനെയും സെൻട്രൽ ഗവൺമെൻറ്റിനെയും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ 1ാമത്തെ ഷെഡ്യൂളും 4ാമത്തെ ഷെഡ്യൂളും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. 1ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഓരോ സ്റ്റേറ്റിൻ്റെ ഡീറ്റെയിൽസ്, സ്റ്റേറ്റിൻ്റെ പേര്, സ്റ്റേറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ, യൂണിയൻ ടെറിട്ടറി ഒക്കെയാണ് 1ാമത്തെ ഷെഡ്യൂളിൽ കിടക്കുന്നത്. 4ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് രാജ്യസഭാ സീറ്റുകൾ സ്റ്റേറ്റിന് അലോക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റിൻ്റെ പേര് എന്താണോ കൊടുത്തിരിക്കുന്നത് അതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ യുണൈറ്റഡ് കേരള എന്നില്ല, കേരള എന്നാണ് അന്ന് നമുക്ക് കിട്ടിയ പേര്. അപ്പോൾ നമുക്ക് യുണൈറ്റഡ് കേരള എന്നുള്ളൊരു പേര് വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല. അപ്പോൾ അന്ന് തൊട്ടേ കേരള എന്നാണ് നമുക്ക് വന്നത്. പിന്നീട് നമുക്ക് കേരളം എന്ന് പറയുന്നൊരു ഡിമാൻഡ് വന്നു. സോ ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ 2 വർഷം മുന്നേ 2024 ജൂണിലാണ് കേരള ഗവൺമെൻറ് ഒഫീഷ്യലി നമ്മളിങ്ങനെ ഒരു നെയിം ചേഞ്ച് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലെജിസ്ലേച്ചറിൽ നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്, നമുക്കിങ്ങനെ പേര് മാറ്റണം, നമ്മൾ കേരളം എന്നാണ് നമ്മൾ പറയുന്നത്, അതുകൊണ്ട് നമുക്ക് കേരള എന്ന് മാറി കേരളം എന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ്. ആർട്ടിക്കിൾ 3 നമ്മളിനി ചർച്ച ചെയ്യും. ആർട്ടിക്കിൾ 3 അനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഫസ്റ്റ് ഷെഡ്യൂളിലും 4th ഷെഡ്യൂളിലും മാറ്റം കൊണ്ടുവരണം. കേരള എന്ന് പറയുന്നത് കേരളം എന്നായാൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് വാലിഡ് ആവുള്ളൂ. അപ്പോൾ ഈ ഡിമാൻഡ് 2 വർഷം മുന്നേ തന്നെ കേരള ഗവൺമെൻറ് ഒന്നും കൂടെ പോപ്പുലറൈസ് ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. സോ കേരളമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇപ്പോഴത്തെ കോർ ചർച്ച എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ കേരളമായിട്ടില്ല. ഇതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് കിടന്നാൽ മാത്രമേ കേരളമാവുകയുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ യൂണിയൻ ഗവൺമെൻറ് ഇപ്പോൾ നാളെ അത് ചെയ്തു അല്ലെങ്കിൽ കേരളമായിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊരു പ്രോസസ്സുണ്ട്. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ ആ പ്രോസസ്സ് ഗവൺമെൻറ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. കേരള ഗവൺമെൻറ് നമുക്ക് യൂണിയൻ ഗവൺമെൻറ്റിനോട് നമുക്ക് കേരളം മാറി കേരളം എന്നാക്കണം, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 3
ആർട്ടിക്കിൾ 3 അനുസരിച്ചിട്ട് വളരെ പ്രധാനമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. കാരണം ആർട്ടിക്കിൾ 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. ആർട്ടിക്കിൾ 3 അനുസരിച്ചിട്ട് പാർലമെൻറ്റിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ അധികാരം ഇരിക്കുന്നത്. ഒരു പുതിയ സംസ്ഥാനം ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ പാർലമെൻറ്റിന് അധികാരമുണ്ട്. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൻ്റെ ബൗണ്ടറി, അതിൻ്റെ അതിർത്തി ഓൾട്ടർ ചെയ്യാൻ പറ്റും. അത് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ അതിന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റാനുള്ള അധികാരം പാർലമെൻറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ആർട്ടിക്കിൾ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പോൾ അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇവിടെ കേരള സംസ്ഥാനം യൂണിയൻ ഗവൺമെൻറ്റിലേക്ക് റിക്വസ്റ്റ് വയ്ക്കുകയാണ്, അതായത് ഇങ്ങനെ ഒരു പേര് മാറ്റണം. അങ്ങനെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഫേസ് അവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെയാണ് അടുത്ത പ്രധാനപ്പെട്ട സംഭവം. യൂണിയൻ ഗവൺമെൻറ്റിന് ഇത് ചർച്ച ചെയ്യാം. ഇങ്ങനൊരു മാറ്റം റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, പക്ഷേ ഈ റിക്വസ്റ്റിൻ്റെ സമയത്ത് പ്രധാനപ്പെട്ട മാൻഡേറ്ററി കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഇത്തരം സിറ്റുവേഷൻസിൽ മാൻഡേറ്ററിലി കൺസൾട്ട് ചെയ്തിരിക്കണം. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയോടുകൂടെ കൺസൾട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നീട് ഇമ്മീഡിയറ്റ്ലി നമ്മളിത് പ്രസിഡൻറ്റ് ഓക്കെ പറഞ്ഞ ഉടനെ പാർലമെൻറ്റിൽ വെച്ച് പാസ്സാക്കാനൊന്നും പറ്റില്ല. നമ്മൾ റിക്വസ്റ്റ് യൂണിയൻ ഗവൺമെൻറ് വെച്ചു, യൂണിയൻ ഗവൺമെൻറ് ഇത് പ്രസിഡൻറ്റിനെ മാൻഡേറ്ററി കൺസൾട്ടേഷന് വിട്ടു. അങ്ങനെ ഒരു ബില്ല്, എന്തായാലും ഒരു ബില്ലൊക്കെ ക്രിയേറ്റ് ചെയ്ത് പാർലമെൻറ്റിൽ കൊണ്ടുവരണം. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ അവിടെ നിന്നും ഈ ഒരു സംഭവം അതാത് കൺസേൺഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കേരളത്തിലേക്ക് ഒന്നും കൂടെ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ കെയർ ഓഫിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചർച്ച നടത്തണം. പ്രസിഡൻറ്റ് അയച്ചിട്ടുണ്ട്, നമുക്കിവിടെ ചർച്ച നടത്തി കേരളം എന്നാക്കണോ മാറ്റണോ എന്നൊക്കെ തീരുമാനിച്ചിട്ട് നമുക്ക് നമ്മുടെ റിപ്പോർട്ട് തിരിച്ച് പ്രസിഡൻറ്റിലേക്ക് അയച്ചു കൊടുക്കാം. പക്ഷേ പ്രസിഡൻറ്റിന് കേരള ഗവൺമെൻറ് പറഞ്ഞത് സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമല്ല, അത് ബൈൻഡിങ് അല്ല. അതുകൊണ്ടാണ് ഇത് ഡിസിഷൻ ബൈൻഡിങ് അല്ല എന്ന് പറയുന്നത്. കാരണം അതുകൊണ്ടാണ് ഈ പ്രോസസ്സിനെ കൺസൾട്ടേറ്റീവാണ്, ഡെസിസീവ് അല്ല എന്ന് പറയുന്നത്. പ്രസിഡൻറ്റിന് തീരുമാനിക്കാം, പ്രസിഡൻറ്റ് തൃപ്തനാണ്, ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് തിരിച്ച് യൂണിയൻ ഗവൺമെൻറ് അടുത്തേക്ക് ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിനൊരു ബില്ലാക്കി മാറ്റി ഇത് പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യാം. ഇത്തരം ഒരു ബില്ലായതുകൊണ്ട് തന്നെ ഇത് ലോക്സഭയിലോ രാജ്യസഭയിലോ നമുക്ക് വേണമെങ്കിൽ ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സിമ്പിൾ മെജോറിറ്റിയിലൂടെ ഇത് പാസ്സാക്കി എടുക്കാനും പറ്റും. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, സിമ്പിൾ മെജോറിറ്റിയിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രസിഡൻ്റ് അടുത്തേക്ക് വന്ന് പ്രസിഡൻ്റ് അത് അസെൻറ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് ഒരു ഒഫീഷ്യലി കേരള എന്ന് പറയുന്നത് കേരളമാവും. ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ചെയ്യാനുണ്ട്. എന്തു മാറ്റമാണ് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷെഡ്യൂൾ 1-ലും 4-ലും മാറ്റം കൊണ്ടുവരണം. ഇപ്പോൾ ഷെഡ്യൂൾ 1-ൽ ഡെഫിനറ്റ്ലി സ്റ്റേറ്റ്സിൻ്റെ പേരിൽ കേരള എന്ന് എഴുതിയതിൽ കേരളം എന്നാവണം. ഷെഡ്യൂൾ 4-ൽ ഇപ്പോൾ രാജ്യസഭാ സീറ്റുകളാണ് പറയുന്നത്, ഇപ്പോൾ കേരളത്തിന് ഇത്ര സീറ്റ്, തമിഴ്നാട് ഇത്ര സീറ്റ് എന്ന് പറയുന്ന പോലും കേരള എന്ന് പറയുന്ന പേര് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത് 4-ലും മാറ്റം കൊണ്ടുവന്ന് കേരള എന്നുള്ളത് കേരളം എന്നാക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം, ഒരു ഭേദഗതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതൊരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമെൻമെൻ്റ് ആവണം. അപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റിയും കാര്യങ്ങളൊക്കെ വേണം. ആർട്ടിക്കിൾ 368 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആവില്ലേ എന്നൊരു ചോദ്യം വരും. പക്ഷേ അവിടെ ആർട്ടിക്കിൾ 4 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 4-ൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ആർട്ടിക്കിൾ 3-ൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റി ഷെഡ്യൂൾ 1-ലോ 4-ലോ പേര് മാറ്റുകയാണെങ്കിൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആയിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു എക്സെപ്ഷൻ ഉണ്ട്. കാരണം ഇത് ഒരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും എന്ന് പറയുന്നത് കൊണ്ടാണ് ഗവൺമെൻറ് ഒരു എക്സെപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 3 ഉപയോഗിച്ചുകൊണ്ട് ഷെഡ്യൂൾ 1-ലെയോ 4-ലെയോ പേര് മാറ്റം നടത്തിയത് ഒരു അമെൻമെൻ്റ് ആയിട്ട് സ്പെഷ്യൽ മെജോറിറ്റിയുടെ ആവശ്യമില്ല. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് അല്ല, അതൊരു ഓർഡിനറി നിയമമായിട്ട് നമുക്ക് പാസ്സാക്കാം. അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം, സ്റ്റേറ്റ്സിൻ്റെ റാറ്റിഫിക്കേഷൻ വേണം, ഇത്ര സംസ്ഥാനങ്ങൾ റാറ്റിഫൈ ചെയ്യണം. ഇത്രയും പ്രോസസ്സുകളാണ് ശരിക്കും ഇനി ഇവിടെ ബാക്കിയുള്ളത്. സോ ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ചർച്ച ചെയ്തു. ഇനിയാണ് ശരിക്കും പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കേരള ഓൾട്ടറേഷൻ ഓഫ് നെയിം ബിൽ 2026 എന്ന് പറഞ്ഞ ബില്ല് ഇനി കേരള ലെജിസ്ലേച്ചറിലേക്ക് വിടും. നമ്മളിവിടെ ചർച്ച ചെയ്തതിനു ശേഷം തിരിച്ച് പ്രസിഡൻ്റ് അടുത്തേക്ക് നമ്മൾ അറിയിക്കും. പ്രസിഡൻറ്റ് അപ്രൂവൽ വന്നതിന് ശേഷം ഗവൺമെൻറ്റിനോട് പറയും, അതിന് ബില്ലാക്കി പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും പ്രോസസ്സുകൾ ബാക്കിയുണ്ട്. ശരിക്കും ഈ നെയിം ചേഞ്ച് കൊണ്ട് എന്തെങ്കിലും വലിയ സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ ബ്രിട്ടീഷ് പേരുകളെല്ലാം മാറ്റണം എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സ് ഇവിടെ ഉണ്ട്. പേര് മാറ്റുന്നതുകൊണ്ട് അവർക്കൊരു ഹെറിറ്റേജ് ഫീൽ, അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു പേര് കൊണ്ടുവരണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 1973-ൽ മൈസൂർ സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മൈസൂർ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളും മൈസൂർ സ്റ്റേറ്റ് ആയിരുന്നു. 1973-ൽ അത് നെയിം ചേഞ്ച് ചെയ്ത് മൈസൂർ മാറി കർണാടക എന്നൊരു സ്റ്റേറ്റായി. അപ്പോൾ ഇത്രയും വർഷം, ഈവൻ 1969-ൽ 1969-ൽ മദ്രാസ് സ്റ്റേറ്റ് എന്നായിരുന്നു അറിയപ്പെടുന്നത് ഇത്രയും കാലം. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് നമ്മളെല്ലാവരും മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നെങ്കിൽ പോലും മദ്രാസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പേര് 1969-ൽ മാറ്റി തമിഴ്നാടെന്ന് കൊണ്ടുവന്നു.
2011 ഒറീസേനെ നമ്മൾ ഒഡീഷ എന്ന് പറയുന്ന ആക്കി. ഇതിലെല്ലാം ആർട്ടിക്കിൾ 3 തന്നെയാണ് ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരാഞ്ചൽ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നതാക്കി മാറ്റി. അപ്പോൾ കേരള എന്ന് പറയുന്നത് കേരളമാവുമ്പോൾ സ്റ്റേറ്റിൻ്റെ ഡിമാൻഡാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനകത്തൊരു ഡൊമിനോ എഫക്റ്റ് എന്ന് പറയുന്ന പോലെ ഒരു കീഴ്വഴക്കം നമ്മൾ സൃഷ്ടിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതേപോലത്തെ ഉള്ള ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമുണ്ട്. നാളെ എല്ലാവരും ചിലപ്പോൾ ഒരു ഡിമാൻഡ് അപ്രൂവ് ചെയ്ത് വരുമ്പോൾ എല്ലാവരും ഡിമാൻഡ് കൊണ്ടുവയ്ക്കും. ഇപ്പോൾ അസാം എന്ന് പറയുന്ന സ്റ്റേറ്റിന് അസോം എന്ന് വിളിക്കാനാണ്. കാരണം പണ്ട് അഹോംസ് എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു. അവർക്കിപ്പോൾ അഹോമെന്നോ അസോമെന്നോ പറയുന്നതായിരിക്കും ചിലപ്പോൾ അവർക്ക് താല്പര്യം. ആൻഡ് പഞ്ചാബിന് വേണമെങ്കിൽ പഴയ പേര് കൊണ്ടുവരണം എന്ന് പറയാം. ഈവൻ വെസ്റ്റ് ബംഗാൾ പോലും ബംഗ്ല എന്ന് പറയുന്ന സ്റ്റേറ്റാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പേര്. അവർക്ക് പേര് മാറ്റം എത്രയോ കാലമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ബംഗ്ല എന്ന പേരാണ് വേണ്ടത്. എന്തായാലും കേരളമായപ്പോൾ നമുക്ക് മലയാളി പേര് തന്നെയാണ്. അതിനി ഒഫീഷ്യലി ആൾക്കാർ ഇനി കേരളം എന്ന് വിളിക്കും. എന്തായാലും ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്.